സ്വാമി ശരണം. 3 ആയില്ല 3:40 രാവിലെ. ശബരിമലയ്ക്ക് പോകാനുള്ള തുടക്കമാണ്. സ്കൂട്ടറിലാണ് പോണത്. അപ്പോൾ ശബരിമല കാഴ്ചകളെ കാണിക്കാൻ പറ്റുമെങ്കിൽ അയ്യപ്പൻ അനുഗ്രഹം കൊണ്ടെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. നമ്മളിതേ ശബരിമലയിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി നേരമൊക്കെ വെളുത്തു. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 6:15 എത്തിയിട്ടില്ല. ഇനിയൊരു 52 കിലോമീറ്ററോടുണ്ട് അവിടത്തേക്ക്. അതിനിടയിലുള്ള മനോഹരമായ ഒരു കാഴ്ച, കോട ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നു. അതിങ്ങനെ ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് ഇറങ്ങിയത്. വരുന്നുണ്ട് കേട്ടോ, അയ്യപ്പന്മാർ വരുന്നുണ്ട്. സ്കൂട്ടറിലും പിന്നെ കാറിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയൊരു 52 കിലോമീറ്ററാണ് ഉള്ളതാണ്. ശബരിമലയിൽ വന്നിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ദേ മഞ്ഞ് മലകളാണ്. ഈ രാവിലെ ആയതുകൊണ്ടാണ് മഞ്ഞെന്ന് പറഞ്ഞാൽ. ദേ ഇങ്ങനെ താഴത്തെ റോഡ് ഉണ്ടോ, വണ്ടി വരുന്ന റോഡ്, ഗംഭീര വളവുകൾ. ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം. അതിനപ്പുറം ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം ഒരു രക്ഷയില്ല. അത് കണ്ടോ, മലകൾ നോക്കും. അപ്പോൾ ഇടയ്ക്കിതേ താരങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോഴും ഞാൻ വീണ്ടും ഒന്ന് നിർത്തി. താരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പശുവും കാളയും കുട്ടിയെല്ലാം ഉണ്ട്. ദേ കഴുത്തിലൊന്നും ഒരു കയറ് പോലും ഇല്ല. അവരിങ്ങനെ സ്വതന്ത്രമായിട്ട് റോഡിനെ നടുക്ക് കിടക്കുകയാണ്. ഈ വീടുകളിലുള്ളതാണ്. ഇവർ കറക്കാൻ നേരത്ത് അങ്ങ് ചെല്ലുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ വേണ്ടോ വണ്ടിയൊക്കെ മാറിപ്പൊക്കോണം. അതുപോലെ തന്നെ എഴുതുകയുണ്ടോ ഈ നമ്മുടെ ഇത് വൃത്തിച്ചക്ക കൃഷി എന്തിനാണ്? അതാ താരങ്ങൾ പോണാണ്ടോ നമ്മുടെ അതിഥി തൊഴിലാളികൾ. ഇതേ മഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഗംഭീര മഞ്ഞാണ്, രക്ഷയില്ല. അതുപോലെ ഇതെല്ലാം ഇത് ഇപ്പോൾ കാടായിട്ടില്ല അത്രയും സജീവമായിട്ട്. അപ്പുറത്താണ്, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാടാവും. സ്വാമി ശരണം. അപ്പോൾ ഞാൻ നിലയ്ക്കലെത്തി. അതായത് പിന്നെ 3:50 തിരിച്ച് 7 മണിക്ക് ഞാൻ നിലയ്ക്കലെത്തി. നിലയ്ക്കൽ ഇനി ഇവിടെ കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ പേപ്പേഴ്സ് എല്ലാം ഇവിടെ കൊടുക്കണം. മീൻസ് നമ്മുടെ വെർച്വൽ ക്യൂവിൻ്റെ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ 7 മണി മുതൽ 9 മണിക്കുള്ളിലാണ് റിപ്പോർട്ടിംഗ് ടൈം. 10-നും 11-നും ഇടയ്ക്കാണ് നമുക്ക് ദർശനത്തിന് നമുക്ക് സമയം തന്നേക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് നിലയ്ക്കൽ. അപ്പോൾ നമ്മൾ കാണുന്നത് നിലയ്ക്കൽ റെക്കോർഡുകൾ ഇവിടെ കൊടുത്തിട്ട് അതവർ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ പരിശോധിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണ്. ഭയങ്കരമായൊരു ക്യൂ അല്ല, എങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. നിലയ്ക്കലും നല്ല മഞ്ഞുണ്ട്. ഇതേ അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇവിടെ നിന്നൊരു സീൽ ഇവരടിച്ചു തരും. ഇനി നേരെ പമ്പയിലേക്ക് പോകണം. നമ്മുടെ 2 വീലറുകളൊന്നും പമ്പയിലേക്ക് വിടില്ല. അപ്പോൾ ബസ്സിലാണ് പമ്പയിലേക്ക് പോകേണ്ടത്. അതിന് മുന്നേ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ, അവിടെ കയറി വയ്ക്കുകയാണ്. നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. സാമൂഹിക അകലമൊക്കെ പാലിച്ച് തന്നെ എല്ലാവരും ആഹാരം കഴിക്കുന്നത്. പൊറോട്ട, ദോശ, ഇഡ്ഡലി, വട, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അപ്പം നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോകാനുള്ള അയ്യപ്പ ഭക്തരാണ് നിൽക്കുന്നത്. ഓരോ ബസ് വരും, അത് ഫില്ലാവും. നമ്മുടെ സ്വന്തം ആനവണ്ടി ഫില്ലാകുമ്പോൾ അടുത്ത വണ്ടി വരും. ഇതേ ഒന്ന് വരുന്നുണ്ട്. നിലയ്ക്കൽ പമ്പ വരുമ്പോൾ സ്വാമിമാർ അതിൽ കയറി പോകും. അത് ഫില്ലാകുമ്പോൾ അടുത്ത വണ്ടി വരും. അത്യാവശ്യം തിരക്കുണ്ട്, ഭയങ്കരമായ തിരക്കില്ല.
തിരക്കുണ്ടായാലും ഇല്ലേലും നമ്മൾ മലയാളികൾ ഇങ്ങനെ തിരക്ക് കൂട്ടിയിരിക്കും. അപ്പം നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ കയറി എല്ലാ അയ്യപ്പ ഭക്തന്മാരാണ് പമ്പയിലേക്കുള്ള യാത്രയാണ്. കണ്ടില്ലേ, ഇത് ഗുരുസ്വാമിമാരാണ് തെങ്ങ് വെക്കുന്നത്. തെങ്ങ് കൊണ്ടുപോവാണ് 18 മല മുടക്കം കൂടാതെ കയറുന്നവരാണ് ഗുരുസ്വാമിമാർ. അവർ ശബരിമലയിൽ തെങ്ങ് വയ്ക്കും. അങ്ങനെ ഗുരുസ്വാമിയാണ് അദ്ദേഹം. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണെന്നാണ്. അപ്പം നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഗണപതി ക്ഷേത്രത്തിൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തേങ്ങ ഉടയ്ക്കും. ഗണപതിക്ക് ഒരു തേങ്ങ, വിഘ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ മല കയറുന്നത്. എന്ന് പറയുന്നതാണ് ഏറ്റവും പരിപാവനമായിട്ടുള്ള പൂജാ സാമഗ്രി ശബരിമലയിൽ. അതിന് പിന്നിൽ വളരെ ശാസ്ത്രീയമായിട്ടും ഐതിഹ്യപരമായിട്ടുള്ള കഥകളുണ്ട്. പിൻകെട്ട് മുൻകെട്ട് എന്ന് 2 അറകളാണുള്ളത്. ഒന്ന് സ്വാമിക്ക് വേണ്ട നിവേദ്യങ്ങളും ഒന്ന് ഭക്തന് വേണ്ട സാധനങ്ങളും. സ്വാമി മുന്നിൽ നയിക്കുകയും ഭക്തൻ പിന്നിൽ നിന്ന് അനുഗമിക്കുകയും ചെയ്യുന്നു എന്നൊരു ശാസ്ത്രീയ വശം കൂടി ഇതിനുണ്ട്. നമുക്ക് പമ്പയിൽ വന്നിട്ട് ഇതുപോലെ ഇരുമുടി കെട്ടാനുള്ള സൗകര്യമുണ്ട്. 250 രൂപ നമ്മൾ കൗണ്ടറിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്യൂ ആണിത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കെട്ടി പോവാം. അപ്പോൾ ഇരുമുടിക്കെട്ടില്ലാത്ത ആർക്കും 18ാം പടി കയറാൻ പറ്റില്ല. കെട്ടില്ലാതെ 18ാം പടി കയറാൻ പറ്റുന്നത് തന്ത്രിമാർക്കും പന്തളം രാജകുടുംബാംഗങ്ങൾക്കും മാത്രമാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് കെട്ടാം, ക്ഷേത്രത്തിൽ വെച്ച് കെട്ടാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കെട്ടാം. അപ്പോൾ ഇരുമുടി കെട്ട് നിറയ്ക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. സ്വാമി ശരണം. അപ്പോൾ കെട്ട് നിറയ്ക്ക് നല്ല ക്യൂ ആണ് ഇവിടെ. 2 തിരുമേനിമാരാണ് കെട്ട് നിറയ്ക്കുള്ളത്. അപ്പോൾ തമിഴ്നാടിൽ നിന്നുള്ള ഒരു സ്വാമി, ഒരിക്കൽ കൂടി പേര് சொல்லுங்க. செல்வம் സ്വാമി, തമിഴ്നാട് കണ്ട്. അപ്പോൾ സ്വാമി എவ்வளோ 18ാം വർഷം ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു, 18ാം വർഷം വരുമ്പോൾ തെങ്ങ് കൊണ്ടുവരുന്നിരിക്കുന്നുണ്ട് குருசாமி. അപ്പോൾ இந்த இடத்துல சிச்சுவேஷன் எப்படியும் தெரியாது, அதனாலே தெங்கு கொண்டு வந்தில்லை. 18 வருஷம்னா குருசாமி தான். குருசாமி தமிழ்நாட்டிலே வந்து அது நிறைய வேல்யூபிள். நம்ம കേരളത്തിൽ അത് அந்த மாதிரி അല്ലേ. അത് നിറഞ്ഞ ഭക്തിയോടുകൂടി വരുന്ന ആളുകളാണ്, സ്വാമി ഭക്തന്മാരാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളത്. അപ്പോൾ എന്തായാലും സ്വാമി ശരണം. സ്വാമിയെ കണ്ടതിൽ സന്തോഷം. സ്വാമി ശരണമയ്യപ്പ.